ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് ജെമി റോസ് അലക്സ്. ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ വീട്. ഞാനിപ്പം നാട്ടിൽ തന്നെയുള്ള ഒരു നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് ട്യൂട്ടർ കം വാർഡൻ ആയിട്ട് ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിന് തന്നെ വാർഡനും കൂടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാന് ഏകദേശം ഒരു 1.5-2 വർഷത്തോളമായി ഈ ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടെങ്കിലും ഏറ്റവും പമ്മിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. അതിൽ നിന്നെല്ലാം പൊടിതട്ടിയെടുത്ത് എന്നെ ധൈര്യത്തോടെ പല ശുശ്രൂഷകളെ ഏൽപ്പിച്ചു തന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വചനവുമായിട്ട് നിൽക്കാൻ ദൈവം സഹായിച്ചത്. അതിന് ദൈവനാമത്തിൽ ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിൻസിനോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ലൗലി ചേച്ചിയോട്. കാരണം എൻ്റെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും ചേച്ചിക്ക് അറിയാം. കാരണം എനിക്ക് ഭയങ്കര പേടിയാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എന്നാൽ ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെല്ലാം ചേച്ചി എൻ്റെ വീക്ക് പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കിയാലും ചേച്ചി അത് ധൈര്യപൂർവ്വം എൻ്റെ കരങ്ങളിലേക്ക് തരും. അങ്ങനെ എന്നെ മോൾഡ് ചെയ്തെടുത്തു, സ്പിരിച്വലി മോൾഡ് ചെയ്തെടുക്കാൻ ക്രിസ്തീയ സഹോദരി എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് ദൈവനാമത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ക്രിസ്തീയ സഹോദരിയുടെ വാട്സപ്പ് ഗ്രൂപ്പിന് നമുക്ക് ഒരു യൂത്ത് ഗ്രൂപ്പും കൂടി ഉണ്ട്. യൂത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിലും ഞാൻ മെമ്പറാണ്. അവിടെ ഈ യുവതലമുറയെ കുറിച്ച് ഭാരമുള്ള കുറച്ച് നല്ല മെന്റേഴ്സ് ഉണ്ട് അവിടെ. അവരാണ് ഈ കുട്ടികളെ മെന്റർ ചെയ്തെടുക്കുന്നതും പല ശുശ്രൂഷകളും ഏൽപ്പിച്ചു കൊടുക്കുന്നതും പിന്നെ അവരോട് ചേർന്ന് അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും അവർക്ക് പരസ്പരം പറയാനുള്ള പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയുണ്ട് യൂത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനിയും അതില് മെമ്പർ ആകാത്തവര് നിങ്ങളുടെ സഭയിലുള്ളവരോ നിങ്ങളുടെ അറിവിലുള്ളവരോ നിങ്ങളുടെ ഭവനത്തിലുള്ളവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ലവി ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുക. കാരണം ഞാൻ അത് അനുഭവിക്കുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് ഭവനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്ക് കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ കൂടുതൽ ആക്റ്റീവ് ആവും, കൂടുതൽ വചനം വായിക്കും, കൂടുതൽ ക്വിസ് മത്സരങ്ങൾക്ക് പങ്കെടുക്കണം, അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മുടെ പെട്ടെന്ന് വരും. അപ്പം അങ്ങനെ ഇതുവരെയും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവര് ഇതിലേക്ക് വരാൻ ഞാൻ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 16-ാം തീയതിയാണ് എനിക്ക് ചേച്ചി എന്നോട് ഈ കാര്യം പറഞ്ഞു, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. 16-ാം തീയതി മുതൽ കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പല പോരാട്ടങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായ ക്ലേശങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. പലതവണ ഒരു 3-4 തവണ അത് കൂടുതൽ ഞാൻ ലവ്ലി ചേച്ചിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷെ ഇത് ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളല്ല, ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്യണം എന്ന് എന്നെ ബോധ്യമാക്കിയത് ഹന്നയുടെ മരണമാണ്. കാരണം ഞാനും ഹന്നയും ഒന്നിച്ച് ഈ ശുശ്രൂഷ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ലവ്ലി ചേച്ചിയോട് അത് ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിനു മുന്നേ അവള് കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. അതെന്നെ ഹൃദയത്തിൽ ഒരുപാട് ഭാരപ്പെടുത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ളവളല്ല ഞാൻ. എന്താണോ കർത്താവ് എന്നെ ഏൽപ്പിച്ചത് അത് ഞാൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ മുമ്പാകെ വചനമായിട്ട് നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. നമ്മൾ എബ്രായർ 4:12 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇവിടെ വളരെ സത്യമാണ് ഈ വചനം ജീവനും ചൈതന്യമുള്ളത്. ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ചൈതന്യമുള്ള ഈ വചനം, ഇരുവായ് തലയുള്ള മൂർച്ചയേറിയ ഈ വചനം ആദ്യമേ എന്നെ ഖണ്ഡിച്ച് എന്നെ മുറിവേൽപ്പിച്ച് എന്നെ ഹൃദയത്തെ ശോധന ചെയ്ത് അതിന്റെ പോരായ്മകളെ മാറ്റി രൂപാന്തരപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നത്. അപ്പം കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എന്നോട് എങ്ങനെയായിരുന്നു, എന്റെ ശുശ്രൂഷകളിൽ കർത്താവ് എനിക്ക് എങ്ങനെ വിശ്വസ്തനായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്നെല്ലാം കർത്താവ് ബോധ്യപ്പെടുത്തി തന്നതിന് ശേഷമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ജീവനുള്ള വചനം വെറുതെ പറയാൻ സാധിക്കുന്നില്ല, അത് ജീവനുള്ളതാണ്. അതിനെ ബോധ്യപ്പെടുത്തി തന്നതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കാൻ ദൈവം സഹായിച്ചത്.
പല നമ്മളിപ്പം കേൾക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റിനും നടക്കുന്ന നമ്മുടെ കൈകളിൽ അത് എന്താ നിൽക്കുന്നില്ലാത്ത സാഹചര്യമാണ്. കോവിഡ് കാരണം പല മരണങ്ങളും പ്രയാസങ്ങളും, ഇന്നുള്ളവർ നാളെ കാണത്തില്ല. നമ്മുടെ സുഹൃത്തുക്കൾ പോലും പലരും കാണത്തില്ല. ബന്ധുമിത്രാദികള് ഏഹ് പലരും മരണപ്പെടുന്നു. നമുക്കൊന്നും നിസ്സഹായരായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയിലും കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം, നമുക്ക് തന്നിരിക്കുന്ന ഈ ഉത്തരവാദിത്തം, നമ്മൾ ഭൂമിയിൽ ആയിരിക്കും അവസാന ശ്വാസത്തോളം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യണം. പലർക്കും പല രീതിയിലാണ് ജീവിതത്തിന്റെ ട്രാക്ക് പോകുന്നത്. പക്ഷെ ആ പലരുടെയും ഹൃദയത്തെ, ജീവിതത്തെ നോക്കിക്കൊണ്ട് പതറി നിൽക്കാനുള്ളവരല്ല നമ്മൾ എന്ന് എന്നെ ദൈവം പഠിപ്പിച്ചു തന്നു. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയഭാരത്തോടു കൂടി നിലവിളിച്ച അവസ്ഥകളുണ്ട് എന്റെ മുന്നിൽ. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി, ശുശ്രൂഷകളിൽ നിന്നെല്ലാം മാറി നിന്നോട്ടെ എന്ന് ഞാൻ ലവ് ചേച്ചിയോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചേച്ചി എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു തന്നത്, നമ്മളെ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കാര്യം അത് നമ്മൾ വിശ്വസ്തയോടുകൂടി ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ദൈവവുമായിട്ടൊരു കണക്ഷൻ വേണം. അപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട, സഹോദരിമാരായ നമുക്ക് പഠിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. നെഹമ്യാവ് എന്ന് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും, ആ ലീഡറിൽ നിന്നും സഹോദരിമാരായ നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടത്. നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർക്ക് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകളെല്ലാം സഹോദരന്മാർ ചെയ്യുമെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഈ മഹാമാരിയുടെ ഘട്ടത്തിലും നമുക്കും ചെയ്യാൻ പലതുമുണ്ട്. അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അതിനെ നമ്മളൊന്ന് ഉപയോഗിക്കാൻ, നമ്മുടെ അവസരങ്ങളെ ഒന്ന് ഉപയോഗിക്കാൻ, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ നേടുന്ന ആള്, പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്ന ആള്, ശത്രുവിനെ കണ്ട് ഭയക്കാത്ത ആള്, മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്ന ആള്, കൂട്ടായ്മയിലൂടെ തന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയ ആള്. മനുഷ്യന്മാർ ചിന്തിച്ചു കഴിഞ്ഞാൽ 52 ദിവസം കൊണ്ട് ആ മതിൽ പണിതു തീർക്കാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്തത് കൊണ്ട് അവിടെ ഒരു വലിയ വിജയം നേടി. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നേടാൻ സാധിക്കത്തില്ല, നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ ഒരുപാട് ഒതുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നെഹമ്യാവിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നെഹമ്യാവ് നമുക്കറിയാം ഒരു പാനപാത്രവാഹകനായിരുന്നു. ഒരു 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 രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കേണ്ടതോ ഇങ്ങനെ ഭാരപ്പെടേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു രീതിയിലും ആവശ്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. തന്റെ ജോലി നോക്കി ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു നെഹമ്യാവിനുണ്ടായിരുന്നത്. എന്നാൽ യെരൂശലേം മതിലിനെ കുറിച്ചുള്ള ഭാരം, അത് ആ വാർത്ത കേട്ടപ്പോൾ ആ ഭാരം തന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ആ ഭാരം എങ്ങനെയാണ് ഉണ്ടായത്? അത് ദൈവം കൊടുത്ത ഭാരമാണ്. സ്വയമേ ഉണ്ടായ ഭാരമല്ല. അത് ദൈവം കൊടുത്തന്നെ. ദൈവത്തിന് നെഹമ്യാവിനെ കുറിച്ചൊരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുപോലെയാണ് നമ്മുടെ എല്ലാവരും ജീവിതം. ദൈവത്തിന് നമ്മളെക്കുറിച്ച്, നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലും കുറിച്ചൊരു ഭാരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിന്മേൽ നമുക്കൊരു ഭാരമുണ്ട്, അത് സ്വയം നമുക്ക് തോന്നിയ ഒരു വിഷയമല്ല, മറിച്ച് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തന്നതാണ്. അപ്പം അത് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അത് സ്വീകരിച്ച് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നെഹമ്യാവിന്റെ ജീവിതത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 1-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ. അപ്പോൾ ഈ യെരൂശലേം മതിലിന്റെ പണ്ടത്തെ അവസ്ഥയല്ല, ഇപ്പോഴത്തെ അവസ്ഥ, ഈ ഇന്നത്തെ അവസ്ഥ, ഈ സാഹചര്യത്തെ നോക്കിക്കൊണ്ടാണ് വിലപിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, ഞെരുങ്ങുന്നത്. ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ്. ഉപവസിച്ച് കരയുന്ന ഒരു നെഹമ്യാവിനെയാണ് നമ്മൾ കാണുന്നത്. എനിക്കും പറയാനുള്ളത്, പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മുടെ ദൈവത്തോടുള്ള ആ ഒരു സമീപനം എങ്ങനെയായിരുന്നു, അതിനെ ഓർത്തല്ല വർണ്ണിക്കേണ്ടത്, അതിനെ ഓർത്തല്ല നമ്മൾ ദൈവത്തിന് സ്തുതിക്കേണ്ടത്, മറിച്ച് ഇന്ന് ഞാൻ എങ്ങനെയായിരിക്കുന്നു, ഇന്നത്തെ ഞാൻ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ഞാൻ നീതി പുലർത്തുന്നുണ്ടോ, എന്റെ ജീവിതത്തിലെ എന്റെ മതിലുകൾ തകർന്നാണോ കിടക്കുന്നത്, അത് പരിശോധിച്ച് തകർന്നാണ് കിടക്കുന്നെങ്കിൽ നമുക്ക് തന്നെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായാൽ ദൈവസന്നിധിയിൽ അതിനെ പരമേൽപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു കൊടുക്കേണ്ടതായിരിക്കും. അതാണ് നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത്.
പിന്നീട് എന്താണ്? വിഷയത്തെ ദൈവകരങ്ങൾ പരമേൽപ്പിച്ചു. വേദന, ഹൃദയം പൊട്ടിയുള്ള വേദന ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ചതിന് ശേഷം തന്റെ പാപങ്ങളും തന്റെ പൃഥുഭവനത്തിന്റെ പാപങ്ങൾ ഏറ്റു പറയുന്ന ഒരു നെഹമ്യാവ് അല്ലെ? 7-ാം വാക്യത്തിൽ പറയുന്നു, ഞാനും എന്റെ പൃഥുഭവനവും പാപം ചെയ്തിരിക്കുന്നു. മറ്റാരുടെയും കുറ്റമല്ല. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ ബലഹീനത വരുന്നത് എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാനൊരു സ്കൂളിൽ പോയി പഠിക്കാത്തത് കൊണ്ടല്ല. മറ്റു ഒരു സാഹചര്യങ്ങളെയും കുറ്റം പറയാൻ നമുക്ക് ഒരു രീതിയിലും ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിച്ച് നമ്മുടെ കുറവുകളെ നമ്മൾ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുക. കർത്താവേ, ഞാൻ ഇങ്ങനെയാണ്, എന്നോട് ക്ഷമിക്കുമാർ. ഞാൻ ചെയ്തു പോയി, എന്റെ തെറ്റാണ്, ഞാൻ ജഡത്തിൽ വസിക്കുന്ന ആളാണ്, എന്നോട് ക്ഷമിക്കുമാറാണേ, എന്നെ ബലപ്പെടുത്തുമാറാണേ എന്ന് ഒരു വാക്ക് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. നെഹമ്യാവ് പറയുന്നത്, ഇവിടെ പ്രശ്നങ്ങള് മാനുഷികമായ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഇത് ദൈവം ഹൃദയത്തിൽ ഇട്ടു തന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നെഹമ്യാവ് ആഗ്രഹിക്കുന്നത്. മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് നിറവേറ്റാൻ കഴിയുന്നതാണ് എന്റെ സർവശക്തനായ ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പരമേൽപ്പിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് 1-ാം അധ്യായത്തിൽ പൂർണ്ണമായും കാണാം. 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരു നെഹമ്യാവിനെയാണ്. അവിടെ എന്താണ്? ഞാൻ വേഗം വാക്യങ്ങൾ എടുക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് വാക്യങ്ങളൊന്നും എടുക്കാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. 2-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്. ഇവിടെ നെഹമ്യാവ്, പാനപാത്രവാഹകനായ നെഹമ്യാവ് രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ അവസരം തക്ക സമയത്ത് ഉപയോഗിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നമുക്ക് കാണുന്നത്. പിന്നീട് ചിന്തിച്ച് പറയാമെന്നല്ല, ദൈവത്തോട് അപ്പൊ തന്നെ ആലോചന ചോദിച്ച് തന്റെ അവസരങ്ങളെ ഉപയോഗിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണാം. നമ്മുടെ സഹോദരന്മാരായ നമ്മൾ പലപ്പോഴും പിന്നീടാകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. ശുശ്രൂഷ കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് ദൈവം തരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കും, ദൈവം ഇത് എന്റെ കയ്യിലേക്ക് ചെന്നാൽ ഞാൻ നല്ല രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, അവർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് എന്നുള്ള ചിന്തയിലേക്ക് പോകും. പക്ഷെ തക്ക സമയത്ത് അവസരങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. പലപ്പോഴായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന അവസരങ്ങൾ ഇനിയെങ്കിലും തിരിച്ചു ചെന്ന്, ദൈവമേ അതെന്റെ കൈകളിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ ഉപരിയായി കർത്താവ് നമ്മളെ ഉയർത്തും. ഇവിടെ ആ തക്ക സമയത്ത് നെഹമ്യാവ് പറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് കർത്താവ് അവനെ ഉപയോഗിച്ചതും അത് ദേശത്തിന് ഒരു അനുഗ്രഹമായി തീർന്നു, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു. ദൈവത്തിന്റെ കരങ്ങൾ അനുകൂലമാണ് എന്ന് ചിന്തിക്കുന്ന ഈ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നെഹമ്യാവിന് തന്നെ ബോധ്യമായി എന്ത്? ദൈവത്തിന്റെ കരങ്ങൾ അനുകൂലമാണെന്ന്. 8-ന്റെ അവസാനത്തെ ഭാഗം വായിക്കുമ്പോൾ, 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ, എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരിക്കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. കർത്താവിന്റെ കൈ എനിക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു നെഹമ്യാവ്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവവും നെഹമ്യാവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന്, ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നാണ്. ഒരു പ്രാർത്ഥനാ വിഷയം കർത്താവ് എനിക്ക് തരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയം ദൈവത്തിന് അത് ഹിതപ്രകാരമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാമും ദൈവവും തമ്മിൽ അതുപോലുള്ള ഒരു ബന്ധം വേണം. ഇത് ഒരു വർഷക്കണക്കല്ല ഞാൻ പറയുന്നത്, ഒരു മാസക്കണക്കല്ല ഞാൻ പറയുന്നത്, ദിവസവും ദൈവസന്നിധിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരിമാരായ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പറയാനും ഇതെല്ലാം കേൾക്കാനും ഇതെല്ലാം ഉപദേശിക്കാനും ഭയങ്കര എളുപ്പമാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ അനുഭവിക്കുന്ന കാര്യമാണ്. പല കാര്യങ്ങളും രാവിലെ എഴുന്നേക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ എഴുന്നേക്കും. പക്ഷെ ഉറക്കം തൂങ്ങി വീഴുന്നത് മാത്രം അറിയാം. അവിടുന്ന് എഴുന്നേറ്റ് ഓടണം, അതിശക്തമായിട്ട് ഓടണം. കർത്താവിന്റെ കൂടെയാണ് ഞാൻ വസിക്കുന്നത് എന്നുള്ള ബന്ധത്തിൽ, ആ ബോധ്യത്തിൽ ശത്രുവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കരുത്. തോൽപ്പിക്കാൻ അനേക തന്ത്രങ്ങൾ സാത്താൻ പ്രവർത്തിക്കും. പക്ഷെ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് അനുകൂലമെങ്കിൽ, ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൈകളിലാണ് നമ്മൾ വസിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നെഹമ്യാവിന്റെ ജീവിതത്തിന്റെ വിജയം അത് തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ ദൈവത്തിന്റെ കരങ്ങൾ അനുകൂലമാണ്, ഈ പദ്ധതി ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് അവനറിയാമായിരുന്നു.
സഹോദരിമാരെ, മനുഷ്യ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരങ്ങളിൽ നിൽക്കാത്ത അനേക വിഷയങ്ങളുമായിട്ടാണ് ദൈവസന്നിധി നിൽക്കുന്നത്. അതിന്റെ ഭവിഷ്യത്തുകൾ എന്തെന്ന് നെഹമ്യാവ് നോക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. വിശ്വാസത്താലാണ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത്. നമ്മൾ സഹോദരിമാരായ നമുക്ക് വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നുണ്ടോ? കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടിയിട്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി, ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നു. എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഈ ശുശ്രൂഷ ഞാൻ തന്നെ ചെയ്യും. എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു പല നാളുകളുണ്ടായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറി നിന്ന്, പക്ഷെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട്, എന്നെ പിടിച്ചത് കൊണ്ട്, എന്നെ നല്ലൊരു കൂട്ടത്തിലേക്ക് ഇട്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതെന്റെ മിടുക്കല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തു, എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. പല നാളുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ നീ എന്റെ പ്രാണനെ ഒന്ന് എടുക്കണേ, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട എന്ന് പറഞ്ഞ നാളുകളുണ്ട്. ദൈവത്തിന്റെ കരങ്ങൾ എനിക്ക് പ്രതികൂലമെന്ന് ഞാൻ ചിന്തിച്ച നാളുകളുണ്ട്. അതെപ്പോഴാ? ദൈവമായിട്ട് എനിക്ക് ബന്ധമില്ലാത്ത കാലത്ത്, പ്രാർത്ഥനയില്ലാത്ത കാലത്ത്, ബൈബിൾ പേരിന് മാത്രം വായിക്കുന്ന കാലത്ത്, സഭയിൽ ഏറ്റവും പുറകിൽ പോയിരിക്കുന്ന കാലത്ത്. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും, കർത്താവിന്റെ കരങ്ങൾ എനിക്ക് അനുകൂലമാണ്. കാരണം ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എന്റെ കുറവുകൾ അനേകമുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ മാറോട് ചേർത്ത് വെക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കും. ഞാനെന്ന് അകന്നു പോയാലും എന്റെ അരികിലേക്ക് ഓടി വരുന്ന ആ ദൈവത്തെ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് നേടിയതല്ല. അനേകം ഇരുൾ നിറഞ്ഞ പാതയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ട്, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലവ്ലി ചേച്ചി പറഞ്ഞു പ്രയർ മാറ്ററിന്റെ കാര്യം എപ്പോഴും ഞാൻ അവിടെ കാണുമെന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഒരു കാലത്ത് രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് എന്റെ പ്രാർത്ഥനാ വിഷയം പലരുടെ ഇടയിൽ പോയി, പലരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പലരെനിക്ക് വേണ്ടി ഈ പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാനല്ലാതെ ഇന്ന് ഈ ശുശ്രൂഷ മറ്റാര് ചെയ്യും? എനിക്ക് വേണ്ടി അനേക പേർ പ്രാർത്ഥിച്ചപ്പോൾ അതേ ശുശ്രൂഷ കർത്താവ് ഇന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഓർക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലപ്പോഴും ചെയ്യാൻ സാധിച്ചിട്ടില്ല, പലപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോസ്റ്റ് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്, വെറുതെ എടുത്ത് പോസ്റ്റ് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്റെ ബലഹീനത, എന്റെ കുറവുകളാണ്. അതൊക്കെ ഞാൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. എങ്കിലും കർത്താവ് എന്നെ അത് എടുത്ത് ഉപയോഗിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് പറയുന്നത്, ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. ഇവിടെ പിന്നീട് പറയുന്ന ഈ ദൈവമായിട്ടുള്ള ഈ ബന്ധം പുലർത്തിയത് കൊണ്ട് ദൈവം അനേക പ്ലാൻസും പദ്ധതികളും അവന്റെ ഹൃദയത്തിൽ കൊടുത്തു. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട്, ശത്രുവിന്റെ വലയിൽ അകപ്പെട്ടു പോകാതെ, ശത്രുവിന്റെ വാക്കുകൾ പോലും വില വെക്കാതെയാണ് ജനങ്ങളെ അവൻ ധൈര്യപ്പെടുത്തിയത്. 2:18 അവസാനം പറയുന്നത്, അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ആരെ അന്യോന്യം ധൈര്യപ്പെടുത്തിയത്? ജനങ്ങളെ അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. എങ്ങനെയാ ധൈര്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത്? ആദ്യം നമുക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം, നമുക്ക് ധൈര്യം വേണം ദൈവത്തിൽ, നമുക്കൊരു ഉറപ്പ് വേണം. ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനും സാധിക്കത്തുള്ളൂ, അല്ലെ? നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളാണ്, നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റത്തില്ല. ഒരു ദിവസമോ 2 ദിവസമോ മാറി നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ധൈര്യപ്പെടുത്തണമെങ്കിൽ, മറ്റുള്ളവരെ നമ്മുടെ ഈ മഹാമാരിയിൽ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തളരരുതെന്ന് പറയണമെങ്കിൽ നമ്മൾ അതുപോലെ ആയിരിക്കണം ദൈവസന്നിധിയിൽ. ദൈവത്തോട് നമ്മൾ നിലവിളിക്കുന്നവരായിരിക്കണം, ഏലിയാവിനെ പോലെ. വീണ്ടും ശത്രുക്കളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സമ്പല്ലത്തും തോബിയാവും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരെ ദുഷിപ്പിക്കുന്നുണ്ട്, അവരെ കോപിപ്പിക്കുന്നുണ്ട്, അവരെ തളർത്തുന്ന വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷെ നെഹമ്യാൻ എന്താണ് അവിടെ ചെയ്തത്? ഇഗ്നോർ ഇഗ്നോർ ഇഗ്നോർ. എനിക്ക് കേൾക്കണ്ട. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. സാത്താന്റെ തന്ത്രങ്ങളോട് ദൈവമക്കളായ പ്രത്യേകിച്ച് സഹോദരിമാരായ നമ്മൾ പറയേണ്ടത് ഇഗ്നോർ. എനിക്ക് കേൾക്കണ്ട, എനിക്ക് പ്രലോഭനങ്ങളെ കാണണ്ട, പറഞ്ഞിരിക്കണം. വേണമെങ്കിൽ ആകാമെന്നല്ല, ഇങ്ങനെ ആയിരിക്കണം. കാരണം ഞാൻ എടുത്തു പറയട്ടെ, ഞാൻ നഴ്സിംഗ് ഫീൽഡ് ആയതുകൊണ്ട് പറയാണ്, നമ്മൾ സഹോദരിമാർക്ക് മൂഡ് സ്വിങ്സ് ഒത്തിരി ഉണ്ട്, അല്ലെ? ഒരു മന്തിൽ തന്നെ പല മൂഡ് സ്വിങ്സ് ഉണ്ട്. ചിലപ്പോൾ സന്തോഷമായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ നിരാശയായിരിക്കാം. ഇതൊന്നുമല്ലാത്ത ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മൂഡുമാണ്, അല്ലെ?
അതൊക്കെ ബയോളജിക്കൽ ചേഞ്ചസ് ആ. പക്ഷെ ബയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കാൻ സാധിക്കൂ? ഒരിക്കലുമില്ല. അപ്പം അവിടെയാണ് ആ ദിവസങ്ങളിലായിരിക്കും, ചിലപ്പോ ആ മണിക്കൂറുകളിലായിരിക്കും സാത്താൻ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അവന്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ, നമ്മളെക്കാളും ഉപരിയായിട്ട് നമ്മുടെ വീക്ക് പോയിന്റ്, നമ്മുടെ വീക്ക് ഇമോഷൻസിനെ അറിയുന്നവനാണ് ശത്രു. ഇവിടെ നെഹമ്യാവിന്റെ കാര്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നെഹമ്യാവിന്റെ ശത്രുക്കൾക്കറിയാം അവരുടെ ഈ മതിൽ പണിയാതിരിക്കണമെങ്കിൽ മതിലിനെതിരായിട്ട് പല കാര്യങ്ങൾ പറയണം. അവന്റെ കൂടെയുള്ള ജനങ്ങളെ തളർത്തി കഴിഞ്ഞാൽ പണി നിന്നുപോകും. അപ്പം ആ വീക്ക് പോയിന്റിലാണ് അവർ കയറി പിടിച്ചത്. എന്റെ വീക്ക് പോയിന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് 2-3 ദിവസത്തേക്ക് ഭയങ്കര ഡിപ്രഷനാണ്. അത് പിശാചിന്റെ സാത്താന്റെ തന്ത്രങ്ങളായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. വീണ്ടും വീണ്ടും എന്റെ മെന്റേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇതാണ് നിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് പിന്നെ ഇനി എന്ത് കാര്യം എത്ര നെഗറ്റീവ് എന്നോട് പറഞ്ഞാലും സാരമില്ല, ഓക്കെ ബൈ എന്ന് പറയാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. പലരും എന്നെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, പലരും മാറ്റി നിർത്തിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് കഴിയില്ല, സോറി നിന്നെ കൊണ്ട് പറ്റില്ല, നിന്റെ ശാരീരിക ബലഹീനത കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. അവിടെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, ആ ബലഹീനത തന്നതുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇത്രയും ബലപ്പെട്ടത്. അപ്പൊ ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തന്ത്രങ്ങളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരങ്ങളാക്കി നമ്മൾ മാറ്റണം. അതാണ് നമ്മളെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രൈസ്തവർ ചെയ്യേണ്ടത്. അതിന് പറയുന്നത് സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് എന്നാണ്. എക്സാംസിന് പിള്ളേര് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഹാർഡ് വർക്ക് ആകാം, പക്ഷെ അത് സ്മാർട്ട് ആണ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ വെറുതെ കാണാപ്പടം പഠിച്ചിട്ട് കാര്യമില്ല. മറിച്ചോ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒന്നും. അതാണ് നമ്മളെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. എങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവസന്നിധി ഇരിക്കണം. വെറുതെ ജൽപ്പനം ചെയ്തുകൊണ്ട് 41 ദിവസവും 21 ദിവസവും ഒക്കെ ഉപവാസം എടുത്തുകൊണ്ട്, വെള്ളം പോലും കുടിക്കാത്ത ഉപവാസം എടുത്തുകൊണ്ട്, മറ്റുള്ളവർക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട്, കൂട്ടുകാരനെതിരെ ദോഷം ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരമല്ല. അതെത്ര ഹാർഡ് വർക്ക് ചെയ്താലും ദൈവസന്നിധിയിൽ അതിന് ഒരു പ്രതിഫലം ലഭിക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ശത്രുവിന്റെ തന്ത്രങ്ങളെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതായിരിക്കണം ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഓരോരോ പണികൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓരോരോ അറ്റകുറ്റ പണികൾ ചെയ്യുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അവിടെയും ഉണ്ട് 5-ാം വാക്യത്തിൽ അവസാനം പറയുന്നത്, എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. നമ്മുടെ ഇടയിലും പലരെയും കാണാം അല്ലെ? ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് പേര്, ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് സമ്പത്ത്, ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് സുഖം, ഒരു കംഫോർട്ട് സോണിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ മമ്മിയോട്, മമ്മി അവർക്ക് എന്താ അങ്ങനെ, നമ്മൾ ഇങ്ങനെ എത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ, അവരെന്താ അങ്ങനെ? പക്ഷെ മമ്മി ഒരു കാര്യം പറയുന്നു, അവർക്കുള്ള പ്രതിഫലം അവർക്ക് ദൈവം കൊടുക്കും. നീ അവരെയല്ല നോക്കേണ്ടത്, നിനക്ക് എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദൈവത്തിന് കൊടുക്കുക. നമ്മൾ അവരെ ആ ശ്രേഷ്ഠന്മാരെ നമ്മൾ നോക്കണ്ട, അവരെ ഇഗ്നോർ ചെയ്തേക്കൂ, അത് ദൈവത്തിനുള്ളതാണ്. എന്നാൽ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ 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 ശുശ്രൂഷകൾ, ചെറിയ 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 അറ്റകുറ്റപ്പണികൾ, അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നതാണ്. അത് ആരെങ്കിലും ചെയ്യുന്ന പറഞ്ഞ് ഒഴിച്ചു മറച്ചു നിർത്താൻ സാധിക്കത്തില്ല. ഇവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിക്കുന്നതിന്റെ പ്രാധാന്യം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് അത് ശ്രദ്ധയോടുകൂടി ജീവിക്കണം. വെറുതെ ജീവിച്ചാ പോരാ, കാരണം ശത്രു നമ്മുടെ ചുറ്റിനുമുണ്ട്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് അതിനെ ദൈവകരങ്ങളിലേക്ക് ഭദ്രമായി പരിപാടി. നമ്മുടെ കയ്യിൽ എത്രമാത്രം നിക്ഷേപങ്ങൾ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ദൈവത്തിന്റെ മുഖാമുഖം നമ്മൾ കാണുന്ന ആ ദിവസം നമ്മുടെ കയ്യിൽ എന്തുമാത്രം നിക്ഷേപങ്ങളുണ്ട്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ വെറും കൈയോടെയാണോ പോകുന്നത്, അത് മാത്രം, ആ ദിവസം മാത്രം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൗനമായി ഇരിക്കാൻ സാധിക്കുന്നു? ഒരിക്കലുമില്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്, ഈ ലോകത്തിലെ ചിന്തകൾ കൂടി വരുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ നമുക്ക് മുൻതൂക്കം കൊടുക്കാതെ വരുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 4-ാം അധ്യായത്തിൽ ഒരുപാട് ശത്രുവിന്റെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അവിടെയും ദൈവകരങ്ങളിലേക്കാണ് ശത്രുവിനെ അതിശ്രദ്ധയോടുകൂടി നെഹമ്യാവ് വെക്കുന്നത്.
4:3 വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാർ ആയിരിക്കുന്നു. അവരുടെ നിന്നയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ചു പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. ഒന്നും ചെയ്തില്ല അവിടെ നെഹമ്യാവ്, അല്ലെ? ഒരു കാര്യം ചെയ്തില്ല, ഒരു വാക്ക് തിരിച്ചു പറഞ്ഞില്ല. 8ന്റെ പണി കൊടുത്തു അവിടെ. എന്താ? കർത്താവിന്റെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും നമ്മളെ എതിരായിട്ട് പറയുന്ന, നമ്മുടെ ഊർത്ത വാക്കുകളെ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് നമ്മൾ ഒന്നും ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധം നമ്മൾ ഉപയോഗിച്ചാൽ മതി. എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥനയാൽ കഴിയാത്തതൊന്നുമില്ല. ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ മുന്നിൽ ഇരിക്കുന്ന എന്റെ സഹോദരിമാരും ആന്റിമാരും ഒക്കെ എല്ലാം എന്നെക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരാണ്. ഞാൻ ഇത് പറയുന്നത് ആരോടും ഞാനൊരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടല്ല. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഓരോ നാളുകളും പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല. എനിക്ക് ഒരു യോഗ്യതയുമില്ല ഇത് പറയാനെന്ന് എനിക്കറിയാം. പലപ്പോഴും വീണിട്ടുണ്ട്. എന്റെ ഗ്രാഫ് എടുത്ത് നോക്കി, എന്റെ ആത്മീയത ഗ്രാഫ് എടുത്ത് നോക്കിയാൽ താന്നും പൊങ്ങി മാത്രമാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ താന്നിടത്തുനിന്ന് അധികം നാൾ നിൽക്കത്തില്ല. താന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഓടുക തന്നെ ചെയ്യും. അങ്ങനെയായിരുന്നു എന്റെ ഗ്രാഫ്. അങ്ങനെ ആക്കി തീർത്തതിൽ പ്രധാന ഇത് എന്റെ മെന്റേഴ്സിനാണ്. അത് ഞാൻ ദൈവനാമത്തിൽ വീണ്ടും നന്ദി പറയണം. അങ്ങനെയുള്ള നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൗത്യങ്ങൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് എന്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കണം. ഇത് എനിക്കുള്ളതല്ല എന്ന് മാറ്റി പറയാൻ ഒരൊറ്റ മനുഷ്യന് സാധ്യമല്ല. വീട്ടിലെ ഒരു പക്ഷേ വീട്ടിൽ പല പ്രതിസന്ധികൾ കാണാം. ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഇവിടുത്തെ ജോലിയാണെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ഒക്കെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ആത്മീയ ശുശ്രൂഷകൾ നിൽക്കുന്നത്. അതൊക്കെ നമ്മൾ അവിടെ ചെന്ന് പറയുന്നത് പോലെ, നെഹമ്യാവ് രാജാവിനോട് അനുവാദം ചോദിക്കുന്നത് പോലെ നമ്മൾ ചെന്ന് ഒരു എഫോർട്ട് ഇടണം. ആരും കൈ കൊണ്ട് തരത്തില്ല. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകൾക്ക് ആരും കൈ കൊണ്ട് അവസരങ്ങൾ തരത്തില്ല. അവസരങ്ങൾ തന്നാൽ പോലും അത് ഉപയോഗപ്പെടുത്താൻ ശത്രു അനുവദിക്കത്തില്ല. അപ്പൊ അതിനൊരു എഫോർട്ട് നമ്മൾ ഇടണം. എഫോർട്ട് ഇട്ടിട്ടുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കും. ദൈവം നമുക്ക് അനുകൂലമായിരിക്കും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇവിടെ ദൈവകരങ്ങളിലേക്ക് ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്താണ് അതിന്റെ ഫലമെന്ന് മനസ്സിലായോ? 4-ന്റെ 6 വാക്യത്തിൽ പറയുന്നത്, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. ശത്രു എന്താ വിചാരിച്ചത്? ജനം നിരാശ കൊണ്ട് മാറി നിൽക്കും, പണിയത്തില്ല. പക്ഷെ അവിടെ തക്ക സമയത്ത് ശരിയായ രീതിയിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്തപ്പോ, നെഹമ്യാവ് പ്രശ്നത്തെ സോൾവ് ചെയ്ത് ഏത് രീതിയിൽ? പ്രാർത്ഥന എന്ന രീതിയിലൂടെ പ്രശ്നത്തെ സോൾവ് ചെയ്തപ്പോൾ ദൈവം കൊടുത്തത് എന്താണ്? തിരിച്ചടി കൊടുത്തു. ദൈവം എന്താണ് കൊടുത്തത്? ശത്രുവിന്റെ മുമ്പാകെ ജനങ്ങളെ ഉത്സാഹമുള്ളവരാക്കി തീർത്തു. വീണ്ടും വീണ്ടും ശക്തരാക്കി തീർത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ബലഹീനത കർത്താവിന് നന്നപോലെ അറിയാം. എന്താണ് നമ്മുടെ ബലഹീനത? ആ ബലഹീനത കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് പരമേൽപ്പിച്ചു കൊടുക്കും. കർത്താവെ, ഇതാണ് എന്റെ പ്രശ്നം, പക്ഷെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്റെ അവസരങ്ങളെ ഇങ്ങനെയാണ് കർത്താവെ ശത്രു മുതലെടുക്കുന്നത്. നീ ഒന്ന് പ്രവർത്തിക്കണമേ. വീണ്ടും 16 വാക്യത്തിൽ പറയുന്നത്, അന്ന് മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതി പേർ വേലയ്ക്ക് നിന്ന് പാതി പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. കണ്ടോ ആ പ്രാർത്ഥനയുടെ ഫലം? കണ്ടോ? അവർക്ക് ബുദ്ധി കൊടുത്ത് അവര് തന്നെ ഏറ്റെടുത്തു. ശത്രുവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവര് തന്നെ കൂടുതൽ ശക്തരായി. അവരുടെ ആയുധങ്ങൾ ഒരു രീതിയിൽ മാറ്റിവെക്കാത്ത പോരായി. ശത്രു തന്നെ അവിടെ കെണി ഒരുക്കി കൊടുത്തു, അല്ലെ? ശത്രു തന്നെയാണ് അവർക്ക് കൂടുതൽ ഉത്സാഹം കൊടുത്തത്, കൂടുതൽ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത്, അല്ലെ? അപ്പൊ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കേണ്ടത്. ശത്രു പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ശത്രു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം. എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ഈ ശത്രുവിനെ കൊണ്ട് എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? എന്റെ ജീവിതത്തിൽ എന്താണ് എന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം, കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്കൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ, ഇങ്ങനെ അല്ലായിരുന്നു.
ഒരു സ്റ്റാഫ് നഴ്സ് ആയിരുന്നു. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു അവസരം വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി എന്റെ ട്രാക്ക് ഇതല്ല എന്റെ ട്രാക്ക്, ഇതിങ്ങനെ അല്ല എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്നൊരു ഇരുട്ടടി പോലെ ഒരു അസുഖം വന്നു. ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് എന്താണെന്നറിയാമോ? മരണം. നോ വേ, ഇനി ഞാൻ ജീവിതത്തിലേക്ക് നീ എന്നെ തിരിച്ചുകൊണ്ടുവന്നാൽ ഞാൻ വരത്തില്ല. എനിക്ക് മരിച്ചാ മതി, എനിക്ക് ജീവിക്കണ്ട, നിന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ കുറെ ആഴ്ചകളുണ്ട്. പക്ഷേ ദൈവത്തിന് എന്നെ സ്നേഹിച്ചത്, എന്നെ യാക്കോബിനെ സ്നേഹിച്ചതുപോലെ, കാരണം പല തന്ത്രങ്ങളും പല കുതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ചെങ്കിലും യെശയ്യാവിനേക്കാൾ പല കാര്യങ്ങളും ചെയ്തെങ്കിലും യെശയ്യാവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? ദൈവം യാക്കോബിനെയാണ്. അതുപോലെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ ആ മഹാകാരുണ്യം കൊണ്ട്, ആ കരുണ കൊണ്ട് എന്നെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം ശത്രുവിന് വിട്ടുകൊടുത്തില്ല, മരണത്തിന് വിട്ടുകൊടുത്തില്ല. മരണത്തിന് പോലും എന്നെ വേണ്ടായിരുന്നു സത്യം പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്ത ഞാൻ കൊണ്ടുവന്നല്ല കേട്ടോ, അത് ദൈവം കൊണ്ടുവന്നതാണ്. എന്താണ് ഉദ്ദേശം? ഞാൻ ഇങ്ങനെയായി, പെട്ടെന്ന് സഡൻ ഒരു കറണ്ട് കട്ട് പോലെ പെട്ടെന്ന് എല്ലാം സ്റ്റോപ്പായി. എന്തായിരിക്കും ദൈവം ഇതിങ്ങനെ എന്റെ ജീവിതത്തിൽ വന്നത്? എന്റെ കൂട്ടുകാര്, എന്നെക്കാളും വഷളായി നടന്നവര്, ഞാൻ ഉപദേശിച്ചു കൊടുത്ത എന്റെ കൂട്ടുകാർക്ക് അവരെല്ലാം അടിപൊളി ലൈഫ്, അവരുടെ ലൈഫ് സെറ്റിൽഡ് ആയി. പക്ഷെ ഉപദേശിയായ എന്റെ ജീവിതമോ? എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു, വാട്സപ്പ് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു, നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്തു, എന്റെ പുതിയ സിം എടുത്തു. കാരണം എന്തുകൊണ്ടാ? ഞാൻ ഉപദേശിച്ചു, അവസാനം എനിക്ക് തന്നെ രോഗക്കിടക്കയിൽ കിടക്കുന്നതാണ്. ഒരുപാട് പ്രയാസപ്പെട്ടു. എന്താണ് ദൈവഹിതം, എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് നാളെടുത്തു. പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായപ്പോൾ തിരിച്ച് ഞാൻ വന്നു. കർത്താവിന്റെ ആ വലിയ പദ്ധതി മനസ്സിലാക്കിയപ്പോൾ, അത് എന്റെ മിടുക്കല്ല, അത് മനസ്സിലാക്കി എടുക്കാൻ അത് എന്റെ മിടുക്കൊണ്ട് കഴിഞ്ഞല്ല, ദൈവം തന്നെ അതിന് ഓരോ സാഹചര്യങ്ങളും കാണിച്ചു തന്നു. ദൈവം കൂടെ നിന്നു. നീ പോ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ നാളുകളുണ്ട്. പക്ഷെ അവിടെയും ദൈവം എന്നോട് കൂടെ നിന്ന് കഴിഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഓരോ വ്യക്തമാക്കി തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് എന്റെ റൂട്ട്. കഴിഞ്ഞ നാളുകളിൽ വന്ന കാര്യങ്ങളെല്ലാം ഇതിലേക്കായിരുന്നു കർത്താവ് നയിച്ചത്. എന്റെ വിഡ്ഢിത്തം കൊണ്ട് എനിക്കന്ന് മനസ്സിലായില്ല. അങ്ങനെയായിരിക്കണം നമ്മൾ. ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് കർത്താവെ? നീ എന്താണ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ശത്രുവിലൂടെ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ ഈ മഹാമാരിയിലൂടെ പലരുടെയും ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ കണ്ടു ഞാൻ എന്താണ് കർത്താവെ ഇനി ചെയ്യേണ്ടത്? എന്റെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ വരേണ്ടത്? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ചിന്തിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കൂടി നമ്മൾ എഫോർട്ട് എടുക്കണം. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് തന്നെ ധൈര്യം വന്നു. വീണ്ടും പറയുന്നത്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിശക്തരായവര്, യുദ്ധം ചെയ്യുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവരായ അവര്. നെഹമ്യാവ് പറയുന്നത്, ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല, കുളിക്കുന്ന സമയത്ത് കൂടി ആയുധം ധരിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചിക്ക് കുത്താൻ പോലും ഇട കൊടുത്തില്ല ശത്രുവിന്. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തു, രാവും പകലും പണിതു, ദൈവസന്നിധിയിൽ തന്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചു, എല്ലാവരും ഒരുപോലെ കൂട്ടായി നിർത്തി അവർക്ക് ധൈര്യം പകർന്നു തന്നു. നമ്മൾ അങ്ങനെ ആയിരിക്കണം. ചുറ്റിനും ഒരു വേലിക്കെട്ട് നമ്മൾ തന്നെ സൃഷ്ടിക്കണം. ദൈവത്തിന്റെ മക്കളായ നമ്മൾ ശത്രുവിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഭയം. നോക്കണ്ട, ദൈവത്തിലേക്ക് മാത്രം ദൃഷ്ടി വെച്ചുകൊണ്ട് ജീവിക്കുക. ചുറ്റിനും എന്ത് നടന്നോട്ടെ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്റെ ദൈവമാണ് എന്റെ യുദ്ധം ചെയ്യുന്നത്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന എന്റെ ദൈവം. പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടണം? നെഹമ്യാവിന് ഇത്രയും ധൈര്യം വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ആദ്യമേ തന്നെ തന്റെ ഹൃദയത്തിൽ ദൈവം അനുകൂലം എന്നൊരു ചിന്ത ദൈവം കൊടുത്തിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് വിശ്വാസത്താൽ അവൻ ഓരോ ചുവടും വെക്കുന്നത്. അപ്പൊ അവനറിയാം, എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ശത്രുവിനെ എനിക്ക് ഭയക്കണ്ട, ഈ സാഹചര്യങ്ങളെ എനിക്ക് ഭയക്കണ്ട, ഈ ഇരുട്ടിനെ എനിക്ക് ഭയക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മളെ വിളിച്ചതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ നമ്മൾ ചെയ്യണം. പല പ്രതിസന്ധികളും നമ്മുടെ ചുറ്റിലും നടക്കുമ്പോൾ മാറിയിരിക്കരുത്. സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കേണ്ടവരല്ല നമ്മൾ. ഇതിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിലൂടെ നമ്മൾ ലോകരായ മക്കൾക്ക്, ദൈവത്തെ അറിയാത്ത മക്കൾക്ക് എന്താണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്?
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന സഹോദരിമാരെ, ഇത് പോരാ. ഞാൻ ഉൾപ്പെടെയുള്ള എന്നോട് തന്നെയാണ് പറയുന്നത്, ഇത് പോരാ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത് പോരാ. സഭകളെ അടങ്ങിയിട്ടുള്ളൂ. ഇതുപോലുള്ള എത്ര മാധ്യമങ്ങളുണ്ട്, എത്ര പ്രാർത്ഥന വിഷയങ്ങൾ നമ്മുടെ കൺമുന്നിൽ വരുന്നു. ഇത് പോരാ, ഒരിക്കലും പോരാ. അഥവാ ഞാൻ തളർന്നാൽ എന്നെ ശക്തിപ്പെടുത്താൻ 10,000 എന്റെ പുറകെ വേണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ കൂട്ടായ്മ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ സഹോദര ബന്ധം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവ് പല കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് കണ്ടു. എന്താണ്? ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്ന് ശത്രു അവിടെയാണ് ഇടപെട്ടത്. അവരുടെ കൈയുടെ വെടുപ്പിന്, കൈയുടെ പ്രവർത്തികളെ വീണ്ടും നെഹമ്യാവ് വീണ്ടും ഓർമ്മിപ്പിക്കുക. 5-ന്റെ 9-ാം വാക്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടത്തേണ്ടതല്ലയോ? അപ്പൊ ശത്രു എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു, അത് ജയിച്ചില്ല, അവർ പ്രാർത്ഥനയാൽ വിജയം നേടി. അടുത്ത സ്റ്റെപ്പ് വെച്ചു, അതും പ്രാർത്ഥനയാൽ വിജയം നേടി. എന്നിട്ട് ശത്രു തളർന്നില്ല, ശത്രു വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് പോയി. അപ്പോൾ നെഹമ്യാവ് എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ശത്രുക്കളെ ഓർത്തെങ്കിലും ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക. അതാണ് നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ജനങ്ങളുടെ, ഈ ലോകത്തിന്റെ ഈ അന്ധകാര ശക്തികളെ ഓർത്തെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടൊന്ന് ജീവിക്കുക. നിങ്ങൾ എനിക്ക് പ്രസാദകരമായ വലിയ ആരാധന തരണ്ട, ശത്രുവിനെ നിങ്ങൾ നോക്ക്. ശത്രുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാണെങ്കിലും എന്നെ ഭയപ്പെട്ടൊന്ന് ജീവിക്കും. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം പല കാര്യങ്ങളും എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ 8-ന്റെ പണി എനിക്കും കിട്ടിയിട്ടുണ്ട്. എപ്പോഴെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അന്നേ എന്നോട് പറഞ്ഞതല്ലേ, ശത്രുവിന്റെ അരികിലേക്ക് പോകരുത്. അവിടെ നെഹമ്യാവ് ജനങ്ങളെ ഉപദേശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ജനങ്ങളുടെ കൈകളെ വെടുപ്പാക്കുക കൂടെ ചെയ്തിട്ട് വീണ്ടും നെഹമ്യാവിന്റെ ജീവിതത്തെ കൂടി നെഹമ്യാവ് ചിട്ടപ്പെടുത്തുന്നുണ്ട്. 15-ാം വാക്യത്തിൽ, 5-ന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ സഹോദരന്മാരും ദേശാധിപത്യക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. 16-ാം വാക്യത്തിൽ പറയുന്നത്, 15-ന്റെ അവസാനത്തിൽ പറയുന്നത്, ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. അപ്പൊ നെഹമ്യാവിന്റെ ഉള്ളിലുള്ള ദൈവഭയത്തെയാണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. നെഹമ്യാവ് ഒന്ന് ചെയ്തിട്ട് ജനങ്ങളോട് മറ്റൊന്ന് ചെയ്യാനല്ല പറയുന്നത്. അവനും അവിടെ ചെയ്തു, അവിടെ ദൈവത്തെ ഭയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ട്രാക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രാക്ടിന്റെ കണ്ടന്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരായിരിക്കണം, അതിനെ ഭയപ്പെടുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർ നമുക്കെതിരെ വരും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കാളികളാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും പറ്റുന്ന കാര്യമാണ്, ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ എത്ര അത്യാവശ്യമുള്ള സമയഘട്ടത്തിൽ മാത്രമേ ലേറ്റ് ആയിട്ട് വരാറുള്ളൂ. അത് ഞാൻ യാന്ത്രികമായി ചെയ്യുന്ന കാര്യമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, പല ആന്റിമാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിന്റെ പഞ്ച്വാലിറ്റി ഒത്തിരി നല്ലതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പോങ്ങി. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നിക്ക്, നീ അത് പ്രാർത്ഥിച്ചിട്ടാണോ അത് ചെയ്യുന്നത്? ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണോ നീ ചെയ്യുന്നത്? എത്ര പഞ്ച്വാലിറ്റി ഉണ്ടായാലും, എത്ര കൃത്യനിഷ്ഠമായി നീ ചെയ്താലും, എത്ര അപ്ഡേറ്റ് നീ കൊടുത്താലും, ഞാൻ ഏൽപ്പിച്ച കാര്യം എന്താണ്? പോസ്റ്റ് ചെയ്യലാണോ? മാറ്റർ പോസ്റ്റ് ചെയ്യലാണോ? അല്ല. അതിൽ വരുന്ന വിഷയങ്ങളെ എന്റെ വിഷയങ്ങളാക്കി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുള്ളൂ. അതാണ് ദൈവം എന്നോട് സംസാരിച്ചത്. അന്ന് മുതൽ ഞാൻ കർത്താവിനോട് ആവുന്നത്രോളം കാലം സമയം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനു വേണ്ടി ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അങ്ങനെ വരാൻ പറ്റാത്ത സമയങ്ങളാണ് മറ്റുള്ളവരെ ഞാൻ ഏൽപ്പിക്കുന്നത്. പോസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, മറിച്ച് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ യാന്ത്രികമായി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെയല്ല ദൈവം മാനിക്കുന്നത്, മറിച്ച് നമ്മൾ തന്നെ അതിൽ മാറ്റമുണ്ടോ, നമ്മൾ തന്നെ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ പരിശോധിച്ച്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, 20 തലമുള്ള തല മൂർച്ചയുള്ള വാൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യം ആദ്യം നമ്മളെ വെട്ടിയിട്ട് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തിട്ട് വേണം മറ്റുള്ളവർക്ക് പകരാൻ. 6-ാം അധ്യായത്തിലേക്ക് വേഗം കിടക്കട്ടെ. 6-ാം അധ്യായത്തിലും ശത്രുവിന്റെ കരങ്ങളെ നമുക്ക് കാണാം, പല കാര്യങ്ങളെയും നമുക്ക് കാണാം. പക്ഷേ 6-ന്റെ
മൂന്നാം വാക്യത്തിൽ എന്നോട് ദോഷം ചെയ്യുവാനിരിക്കുന്ന അവർ നിരൂപിച്ചത് ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല തന്ത്രങ്ങളും ശത്രു പ്രവർത്തിക്കും. ശത്രുവിന്റെ കാര്യം എന്താണ്? എങ്ങനെയെങ്കിലും നമ്മളെ തോൽപ്പിക്കണം. അപ്പൊ ഇന്ന തന്ത്രം എന്ന് ഒരു ഇതില്ല, ഒരു രീതിയില്ല. പല രീതിയിൽ വരാം. ചിലപ്പം നമ്മളുടെ കൂടെ നിന്ന്, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു നെഗറ്റീവ് കമന്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു റിയാക്ഷൻ, റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇത് ശത്രുവിന്റെ പ്രവൃത്തിയോ? ഒരിക്കലും അല്ല. അത് ദൈവം ചിലപ്പം ഉപയോഗിച്ചതായിരിക്കും. ശത്രു പല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ഏത് രീതിയിലും ക്രോസ് ചെയ്ത് വന്നാലും അതിനെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. ഈ ശത്രുവിന്റെ ഈ വാക്കുകൾ, ഈ പ്രവർത്തനങ്ങൾ എപ്പോഴാണ് അവര് പണി പൂർത്തിയാവേണ്ട ആ ഫൈനൽ ആയിട്ടുള്ള സമയങ്ങളിലാണ് ഇത് വരുന്നത്. അപ്പം ഒന്ന് ചിന്തിച്ചോണം, നമ്മുടെ ശുശ്രൂഷകള് അങ്ങ് പീക്ക് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പോലും ശത്രു ഇറങ്ങി പ്രവർത്തിക്കും. 9-ാം വാക്യത്തിൽ പറയുന്നത് വേല നടക്കാത്തവണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണം. വീണ്ടും നെഹമ്യാവ് എങ്ങോട്ടാ ചെല്ലുന്നത്? വീണ്ടും 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 ദൈവസന്നിധിയിലേക്ക് പോവാണ്. കർത്താവേ എന്നെ സഹായിക്കുന്നവരാണ്. വേണമെങ്കിൽ പറയായിരുന്നു ഫൈനലൈസ് ആയി, ഇപ്പൊ പണിയൊക്കെ പൂർത്തീകരിക്കും, അതുകൊണ്ട് ഈ ശത്രു പറയുന്നൊന്നും കാര്യമാക്കണ്ട, മുന്നോട്ട് പോകാം, ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെയല്ല. അവിടെയും ദൈവത്തിന്റെ കരങ്ങൾ ദൈവത്തോടാണ് ചോദിക്കുന്നത്, ദൈവത്തോടാണ് അപേക്ഷിക്കുന്നത്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട്, ഇതിന്റെ എല്ലാം വലിയ ഫൈനലൈസ് ചെയ്ത് ദൈവം കൊടുത്ത വിജയം എന്താണ്? 52 ദിവസം കൊണ്ട് ഈ മതില് പണിതു. നമുക്ക് എല്ലാവർക്കും അറിയാം. വെറുതെ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക 52 ദിവസം കൊണ്ട് എങ്ങനെ ഒരു മതില് പണിയും? പക്ഷേ ദൈവത്തിന്റെ കരങ്ങളാണ് അവിടെ പ്രവർത്തിച്ചത്. സാധാരണക്കാരായ മനുഷ്യരെ മുതൽ ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ വരെ പ്രഭുക്കന്മാരെ വരെ ഉപയോഗിച്ചത് ദൈവത്തിന്റെ കരങ്ങളാണ്. അപ്പോഴെന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റിലുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ട് അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായെന്ന് അവർ ഗ്രഹിച്ചു. ആമേൻ. ഇവിടെ എന്താണ്? ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത് നെഹമ്യാവ് ചെയ്തത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. പോലും അറിയാതെ ദൈവപ്രവൃത്തിയിലെ ഒരു ഭാഗമായി തീരുകയായിരുന്നു നെഹമ്യാവ്. ചുറ്റിനും നിന്നവർ വരെ പറഞ്ഞു, ജാതികൾ പറഞ്ഞു, എന്താണ്? അവർ അല്പന്മാരായി അവർക്ക് തോന്നി. ദൈവത്താൽ ഇത് സാധ്യമാകുമോ എന്ന് ചിന്തിച്ചവർ ഇപ്പോൾ അവർ തിരിച്ചു പറയാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം പറയട്ടെ. ഇത് കഴിഞ്ഞ് ദൈവത്തോട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നെഹമ്യാവ് പറഞ്ഞ പോലെ, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണം. പലപ്പോഴായിട്ട് നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മൾ ചെയ്ത ശുശ്രൂഷകളെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ചെയ്ത ശുശ്രൂഷകളെ കർത്താവേ നീ നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് പറയാൻ സാധിക്കുമോ? ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് കാര്യങ്ങളും പ്രശ്നങ്ങളും അതിനകത്ത് വരുമോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം ആ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ. ഇങ്ങനെ നമുക്കും പറയാൻ കഴിയട്ടെ, ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ദൈവം നമുക്കൊരു പ്രതിഫലം തരും. നമ്മൾ നല്ല മനസ്സോടുകൂടിയാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു പ്രതിഫലം തരും. നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെ ദൈവം അത് ഓർത്തു വെക്കുന്നതായിരിക്കും. വീണ്ടും 9-ാം അധ്യായത്തിൽ വളരെ ശക്തമായ പ്രാർത്ഥന നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ഇതിന്റെ ഒരു നന്ദി പ്രകടനമായിട്ട് നമ്മുടെ ഓരോ ശുശ്രൂഷകൾ കഴിയുമ്പോഴും, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് നമുക്ക് തോന്നുമ്പോഴും ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായിരിക്കണം നമ്മൾ. പണ്ടത്തെ കൃപകളെ ഓർത്ത്, ദൈവം മരുഭൂമിയിൽ കൂടെ നടത്തിയ ആ വിധങ്ങളെ ഓർത്ത് എണ്ണി 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 പറഞ്ഞ് നന്ദി പറഞ്ഞ ഒരു നെഹമ്യാവാണ് നമുക്ക് കാണുന്നത്. അതുപോലെയാണ് നമ്മൾ കഴിഞ്ഞുപോയ കൃപകളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങൾ, ആരോരും ഇല്ലാതെ പ്രയാസഘട്ടത്തിൽ കടന്നുപോയപ്പോൾ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നവരായിരിക്കണം. ഇവിടെ നെഹമ്യാവിന്റെ ജീവിതത്തിലെ ദൗത്യം പൂർത്തീകരിക്കുകയാണ് ദൈവം.
നല്ലൊരു പാഠമാണ് നമുക്ക് തന്നത്. ഒരിക്കലും നമ്മളെ സ്ത്രീകൾ മാറി നിൽക്കരുത്. കാരണം നെഹമ്യാവ് ഒരു പുരുഷനാണെങ്കിലും ഒരു പുരുഷ കഥാപാത്രമാണെങ്കിലും അനേക കാര്യങ്ങൾ നമുക്ക് ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾക്കല്ല, കൂട്ടായ്മയിലെ ഒരു ടീം ലീഡർ എന്നല്ല ഇത് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും ഇങ്ങനെ ആയി തീരണം. ദൈവത്തിന്റെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കണം. എനിക്ക് കഴിയില്ല, എനിക്ക് ബലഹീനത ഉണ്ട്, എന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാന്ന് പറയരുത്. പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പോഴെല്ലാം ദൈവം എന്നോട് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകൾ തിരിഞ്ഞു വരും. ഒരുപാട് നാൾ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം എന്റെ ശ്രദ്ധ എങ്ങോട്ടാ പോയെന്നറിയാമോ? ഈ മതി എന്നുള്ള വാക്കിലേക്കാ. ഈ മതി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ദൈവമേ, എന്റെ ലൈഫിലെ കാര്യങ്ങൾ തീർന്നോ? നീ തന്നത് തീർന്നോ? നിന്റെ കൃപ തീർന്നോ? വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ അകക്കണ്ണിന്റെ ദൈവം തുറന്നപ്പോഴാണ് മനസ്സിലായത്, എന്ത് മതി എന്നാ ദൈവം പറയുന്നേ? എന്റെ കൃപ നിനക്ക് മതി എന്ന്. ആ കൃപയിലെല്ലാം ഉണ്ട്. ആ കൃപയിൽ നമ്മൾ പൊതിഞ്ഞാ ജീവിക്കുന്നതെങ്കിൽ മറ്റാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രയാസഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി അന്തത്തോളം നിൽക്കണമെന്നാണ്. ആ ബലഹീനത എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അകക്കണ്ണ് ദൈവം തുറക്കില്ലായിരുന്നു. എനിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ആ അകക്കണ്ണ് എന്റെ തുറന്നാൽ പോലും എനിക്കത് മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് സാധിക്കുന്നത്, എന്റെ ജീവിതത്തിൽ പല ഇരുണ്ട കാലഘട്ടത്തിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ലായിരുന്നു. അന്നാണ് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തത്. ശുശ്രൂഷകളെ നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു തരുമ്പോൾ അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കുക തന്നെ വേണം. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് മാറ്റി നിർത്താതെ അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ ശുശ്രൂഷകളിലൂടെ എന്റെ ആത്മീയ ജീവിതത്തിന് ഒരു അനുഗ്രഹമാവുമോ എങ്കിൽ നമ്മളും അതിന് കൂട്ടാളികളാകണം. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണണം. ദൈവത്തിന്റെ നാമഹത്വത്തിനായി നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണണം. ഒരാളെങ്കിലും നമുക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ചെന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ഒരു ദിവസം ഒരാളെങ്കിലും, നമ്മുടെ അയൽവക്കക്കാരോ ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയെങ്കിലും നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സഫലമായി നമ്മൾ. അത് ദൈവം എന്നോട് പറഞ്ഞു തന്നാൽ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ശമര്യക്കാരി സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. അവൾ എന്താണ് ചെയ്തത്? അവൾ കൂടുതലായിട്ട് ഒന്നും ചെയ്തില്ല. അവൾ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവൾ അറിഞ്ഞ കാര്യം, ആ സമയത്ത് ദൈവം അവളോട് പറഞ്ഞ കാര്യം അവൾ ചെന്ന് പറയാൻ മടി കാണിച്ചില്ല. ഓടിച്ചെന്ന് പട്ടണക്കാരോട് പറഞ്ഞു. അതിന്റെ ഫലം എന്താണ്? ശമര്യരും അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ 4-ാം അധ്യായം. അധികം പേർ അവനിൽ വിശ്വസിച്ചു. അപ്പൊ അവിടെ തുടങ്ങി അവളുടെ ശുശ്രൂഷ, അല്ലെ? ഏറ്റവും കൂടുതൽ സുവിശേഷന്മാര് ആഗ്രഹിക്കുന്ന അധികം പേരിലേക്ക് ചെല്ലണം എന്നാണ്. പക്ഷെ ആ ഒറ്റ സ്ത്രീയെ, ആ ഒരൊറ്റ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്തത്. നമ്മൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. നമുക്കും അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെല്ലാവരും.